സോറി സർ, സോറി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണില്ലേ? സോറി സർ, പെട്ടെന്ന് വന്നപ്പോൾ കണ്ടില്ല. ഓഫീസിൽ തന്നെ കറക്റ്റ് സമയത്ത് വരണം. കണ്ണൂരെ തോളിൽ നിന്ന് റോഡ് കുത്താൻ ഇറക്കിയിട്ടില്ല കയറി വരാളെ. എടാ അതിനൊരു അബദ്ധം പറ്റിയല്ലേ എന്നെ കാണിക്കുന്നത്. ശ്രീഫ, നീ ഇതിൽ ഇടപെടണ്ട. എങ്ങനെ ചെയ്യും? എടി വർഷം നീ ഇങ്ങനെ വിഷമിക്കാതെ. എടി നിന്നോട് അയാൾക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ റിജക്ട് ചെയ്തു. അതിൻ്റെ ചുരുക്കം അയാൾ തീർക്കുന്നു. അങ്ങനെ ഓർത്താ പോരെ? എന്നാലും ഇത് ഇത്തിരി കൂടുതലാണ് ചേച്ചി. ഇന്ന് രാവിലെ അയാൾ എന്തൊക്കെ എന്നെ പറഞ്ഞു എന്നറിയോ? ഞാനായോണ്ടല്ലേ മിണ്ടത് കേട്ടോണ്ടിരിക്കണേ. ചേച്ചിക്കറിയാലോ, കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ എംപ്ലോയി ആയിരുന്നു. ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുത്തത്. ആകെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസങ്ങളല്ലേ ഞാൻ ലേറ്റ് ആയിട്ടുള്ളൂ. ഞാനതൊന്നും ഇവിടെ ആരോടും പറയാത്തത് എനിക്ക് ആരുടെയും സിമ്പതി വേണ്ടാത്തതുകൊണ്ടാണ്. ഞാൻ ആകെ ഇതൊക്കെ പറയുന്ന ചേച്ചിയുടെ അടുത്താണ്. ചേച്ചി എൻ്റെ ഒരു സമാധാനം. എടാ ഇത്തവണത്തെ പ്രൊമോഷൻ ലിസ്റ്റിൽ എന്താണെങ്കിലും നിന്റെ പേരുണ്ടല്ലോ. പ്രൊമോഷനും ഹൈക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒന്നും നിനക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കാണ്ട് പണിയെടുക്കാൻ നോക്ക്. കാജൽ MD വിളിക്കുന്നു. എന്താണാവോ? വരൂ. ഓൾ ഗുഡ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത്. അറിയാമല്ലോ, നമ്മുടെ ഒരു പ്രൊമോഷൻ്റെയൊക്കെ ടൈമാണിപ്പോൾ. അപ്പോൾ നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്നും അത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒരു അനലൈസിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കൺഫ്യൂഷൻ. അത് നമ്മുടെ കുറച്ചുകൂടി നല്ല പെർഫോമിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 എംപ്ലോയീസ് സീനിയേഴ്സൊക്കെ ആയ വർഷക്കോ സാൻഡ്രക്കോ ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷനായിട്ടുള്ളത്. അപ്പോൾ ഒരു ഒപ്പീനിയൻ, ഒരു സീനിയർ എംപ്ലോയി എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ ആർക്കാണ് ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആരാണ് ഡിസേർവിങ് എന്ന് തോന്നുന്നത്? I think Sandra. Sir, thanks. Okay, I'll call you back. So, why not Varsha? സർ ബേസിക്കലി വർഷ എൻ്റെ ഫ്രണ്ടാണെങ്കിലും അവൾക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് സർ. അവളെ കൊണ്ട് അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വെറുതെ നമ്മൾ അങ്ങനെ ഒരാളെ എടുത്ത് ആ ഒരു പൊസിഷനിലേക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ. Are you sure? യെസ്, ഐ എം ഷുവർ. ഓക്കെ, താങ്ക് യു. So guys, ചാണ്ടി നമ്മുടെ സീനിയർ പ്രൊഡ്യൂസറായിട്ട് സെലക്ട് ആയിരിക്കുകയാണ്. ചെലവുണ്ട് കേട്ടോ. ചാണ്ടി വൈകിട്ട് പാർട്ടി കേട്ടോ. പാർട്ടിക്ക് എടി ചാണ്ടിക്കാ പ്രൊമോഷൻ കിട്ടി. വൈകിട്ട് പാർട്ടിക്ക് ഉണ്ട്. ബാ നീ ബാ. കൺഗ്രാറ്റ്സ് ചാണ്ടി. ഓൾ ദി ബെസ്റ്റ്. പക്ഷേ സാർ, പ്രൊമോഷൻ്റെ കാര്യം എന്താ പറ്റി? പക്ഷെ അത് ഞാനും വിചാരിച്ചത് തനിക്ക് തന്നെ ആയിരിക്കും എന്നാണ്. പക്ഷേ നമ്മുടെ എംപ്ലോയീസിൻ്റെ എല്ലാ ഇടയ്ക്കുന്നൊരു വോട്ടിട്ടായിരുന്നു. തനിക്ക് വേണ്ടി ആരും വോട്ട് ചെയ്തില്ല. എല്ലാവരും സാൻഡ്രയ്ക്ക് വേണ്ടി ചെയ്തത്. ഈവൻ തൻ്റെ ക്ലോസ് ഫ്രണ്ട് കാജലും. അപ്പം എനിക്കിനി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഐ എം സോറി. വർഷേ വാ പോവാം. വർഷേ എന്തി വാ പോവാം വാ.